ആൾത്തിരക്കില്ലാത്ത, മൊബൈലിന് റേഞ്ച് ഇല്ലാത്ത, എന്നാൽ കാഴ്ചകൾ വിസ്മയം തീർക്കുന്ന കൊടൈക്കനാലിലെ പൂണ്ടി ഗ്രാമത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. പത്തനംതിട്ടയിൽ നിന്നും തുടങ്ങിയ എൻ്റെ യാത്ര 300 കിലോമീറ്റർ പിന്നിട്ട് കൊടൈക്കനാലും പൂമ്പാറ ഗ്രാമവും മന്നവന്നൂരിൻ്റെ കാഴ്ചകളും കണ്ട് പൂണ്ടി ഗ്രാമത്തിലെത്തി നിൽക്കുകയാണ്. നല്ല യാത്രാക്ഷീണമുണ്ട്. അതുകൊണ്ട് പൂണ്ടി ഗ്രാമത്തിൻ്റെ ഗ്രാമക്കാഴ്ചകൾ ഒന്ന് വിശ്രമത്തിന് ശേഷം പകർത്താമെന്ന് കരുതി. പൂണ്ടി ഡാമിനോട് ചേർന്ന് കിടക്കുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് സ്റ്റേയിലായിരുന്നു ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്. ഈ സ്ഥലത്തേക്ക് ഓഫ് റോഡായി വേണം പോകാൻ. പോകുന്ന വഴി തന്നെ അടിപൊളി. കുറച്ചു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ കറുത്ത കാടും. രണ്ട് കിലോമീറ്റർ പിന്നിട്ട് ഓഫ് റോഡായി പൂണ്ടി ഡാം സൈറ്റിലേക്ക്. ദൂരെയായി കാണുന്നതാണ് ബ്ലാക്ക് ഫോറസ്റ്റ് ടെന്റ് സ്റ്റേ. വലിയ വണ്ടികളൊന്നും ഇവിടേക്ക് വരില്ല. 1 കിലോമീറ്ററിന് മുകളിലായിട്ട് പാർക്ക് ചെയ്തിട്ട് നടന്നു വേണം അങ്ങോട്ട് പോകുവാൻ. ബൈക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ വരെ വന്നത്. എന്തായാലും കിടിലൻ വൈബുള്ളൊരു സ്ഥലം. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒരു റൂം ഞങ്ങൾക്ക് വേണ്ടി അവർ സെറ്റ് ചെയ്തു വെച്ചിരുന്നു. സ്ലീപ്പിംഗ് ബാഗും കുടിവെള്ളവും എല്ലാം സെറ്റ്. ഞങ്ങളുടെ ബാഗൊക്കെ റൂമിൽ വെച്ച് ഒന്ന് ഫ്രഷപ്പായി ഇനി നമുക്ക് ഡാം സൈറ്റ് കാണുവാൻ വേണ്ടി ഇറങ്ങാം. മെയിൻ റോഡിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് മാറിയതിനാൽ ഇവിടേക്ക് ആരും അധികം വരാറില്ല. പൂണ്ടിയിലേക്ക് എത്തുന്ന കൂടുതലും സഞ്ചാരികൾ അവിടുത്തെ കൃഷിഭൂമിയും മറ്റ് കാഴ്ചകളും കണ്ട് തിരികെ പോകാറാണ് പതിവ്. പൂണ്ടി ഡാം അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത മനോഹര സ്ഥലം കൂടിയാണ്. പക്ഷേ അപകടം പതിയിരിക്കുന്ന ഒരു ഡാം സൈറ്റും കൂടെയാണ് പൂണ്ടി. നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ അപ്പോൾ തന്നെ നമ്മൾ പുതഞ്ഞു പോകും. ആ വെള്ളത്തോട് ചേർന്ന് തന്നെ പുതയലാണ്. പുറമേ ശാന്തമെന്ന് തോന്നുമെങ്കിലും 30 അടിയോളമാണ് ഈ ഡാമിൻ്റെ ആഴം. ഞങ്ങൾ വന്നപ്പോൾ മുതൽ ഞങ്ങളുടെ കൂടെ കൂടിയതാണ് ഇവൻ. ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് തിരികെ ചെന്നപ്പോൾ രാത്രിയിലേക്കുള്ള ആഹാരത്തിന് പാചകം ചെയ്യുകയാണ് ഈ ചേട്ടൻ. ഇവിടെ സ്റ്റേ ചെയ്യാൻ പെർ ഹെഡിന് 500 രൂപയാണ്. അത് ടെൻറ്റിനാണെങ്കിലും റൂമിനാണെങ്കിലും നേരത്തെ ബുക്ക് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരുവാൻ. വലിയ ഫെസിലിറ്റിയുള്ള ഹോട്ടലുകളോ റിസോർട്ടുകളോ ഇവിടെ ഇല്ല. ലോക്കൽസും പിന്നെ മലയാളീസും നടത്തുന്ന ചെറിയ സൗകര്യമുള്ള ഹോം സ്റ്റേകൾ ലഭ്യമാണിവിടെ. അതും നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വരണം. ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ റൂം കിട്ടിയെന്ന് വരില്ല. അത്താഴമൊക്കെ കഴിഞ്ഞ് തണുപ്പകറ്റാൻ വേണ്ടി ഒരു ക്യാമ്പ് ഫയർ. പൂണ്ടിയിൽ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലമാണ്. ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടായിരുന്നു രാത്രിയിൽ. അപ്പം അവിടുന്ന് രാവിലെ പൂണ്ടിയിൽ നിന്ന് തിരിച്ചു പോവുക. ഭയങ്കര തണുപ്പാണ് ഇവിടുത്തെ. ഇപ്പോൾ 9 ഡിഗ്രിയാണ് ഇവിടുത്തെ കാലാവസ്ഥ. രാവിലെ ഭയങ്കര തണുപ്പാണ്. ഞങ്ങൾ പോവാണ്. ഈ കാണുന്ന പൂണ്ടി ഡാമിൻ്റെ സൈഡിലാണ് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് ഹോം സ്റ്റേ ഉള്ളത്. ഈ ഡാമിൻ്റെ സൈഡിലായതുകൊണ്ട് രാത്രിയിൽ അന്യായ തണുപ്പായിരുന്നു. നമുക്ക് ജാക്കറ്റൊക്കെ എടുത്തതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ഭയങ്കര തണുപ്പ്. നമ്മുടെ ഒരു ബ്രോ. ഹായ് ബ്രോ. എന്തായാലും അന്യായ വൈബുള്ളൊരു സ്ഥലമാണ് ഈ കാണുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് ഹോം സ്റ്റേ. ഇനി നമുക്ക് ആ കിടക്കുന്ന വഴിയിലൂടെ ഓഫ് റോഡാണ്. ഇനി അങ്ങോട്ട് ഓഫ് റോഡായിട്ട് വേണം നമുക്ക് ഒരു 2.5 കിലോമീറ്റർ പോകാൻ വേണ്ടി.
ഓഫ് റോഡാണ് ഗൈസ്. അന്യായ തണുപ്പാണ്. ഇവിടെയുള്ള ഗ്രാമവാസികളുടെ പ്രധാന വരുമാന മാർഗം കൃഷിയാണ്. നോക്കത്താ ദൂരത്തോളം തട്ടുതട്ടായി കിടക്കുന്ന കൃഷിയിടങ്ങൾ കണ്ണിന് വിരുന്നേകുന്ന കാഴ്ചയാണ്. നമ്മുടെ ടെൻഷനും ജോലിഭാരവും എല്ലാം ഒന്നിറക്കി വെച്ച് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഗ്രാമങ്ങളിലൊന്നാണ് പൂണ്ടി. തണുപ്പ് കാരണം രാവിലെ തന്നെ ഇത് മൂന്നാമത്തെ ചായയാണ്. ഇതാണ് പൂണ്ടി ജംഗ്ഷൻ. ഇവിടെ വരെ പൂണ്ടിയിലേക്കുള്ള ബസ്സുകൾ വരികയുള്ളൂ. ഈ ബസ് സർവീസ് മാത്രമാണ് ഇവിടേക്ക് വരാൻ ഈ നാട്ടുകാരുടെ പ്രധാന ട്രാൻസ്പോർട്ട് മാർഗം. 45 രൂപ മുതൽ 60 രൂപ വരെയാണ് ബസ് ചാർജ്. കൊടൈക്കനാലിൽ നിന്നും 2 മണിക്കൂർ ഇടവിട്ട് ബസ് സർവീസ് ഇങ്ങോട്ടുണ്ട്. ഏതു സമയത്തും ഇവിടെ നല്ല തണുപ്പും കോടമഞ്ഞും ഉണ്ടായിരിക്കും. ഈ ഗ്രാമത്തിൽ കൂടുതലായി കൃഷി ചെയ്യുന്നത് വെളുത്തുള്ളിയാണ്. തമിഴിൽ പൂണ്ട് എന്നാണ് വെളുത്തുള്ളിക്ക് അർത്ഥം. അതിനാലാവണം ഈ സ്ഥലത്തിന് പൂണ്ടി എന്ന് പേര് വന്നത്. ഇതാണ് പൂണ്ടി ഗ്രാമം. ഇവിടുന്ന് കല്യാണം നടക്കുക, ഇതിൻ്റെ ബഹളങ്ങളാണ് ഈ കേൾക്കുന്നത്. പളനി മലയുടെ താഴ്വാരങ്ങളിൽ വെച്ച് രാജഭരണകാലത്ത് നടന്ന യുദ്ധങ്ങളിൽ ഭയന്നിട്ടും അതുപോലെ യുദ്ധത്തിൽ തോൽവി സംഭവിച്ച നാട്ടിലെ പ്രജകളുമൊക്കെയാണ് പൂമ്പാറ പൂണ്ടി എന്ന മലയിലേക്ക് കുടിയേറ്റക്കാരായി വന്നത്. പൂണ്ടി കഴിഞ്ഞാൽ ക്ലാവര എന്ന് പറഞ്ഞ ഒരു ഗ്രാമമുണ്ട്. കൊടൈക്കനാലിലെ ഏറ്റവും അവസാനത്തെ ഗ്രാമം. ഈ ഗ്രാമങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അത്യാവശ്യം കയ്യിൽ കാശ് കരുതുന്നതാവും നല്ലത്. കാരണം ഇവിടെ ATMകളോ ഗൂഗിൾ പേ വർക്ക് ചെയ്യാൻ മൊബൈലിന് റേഞ്ചോ ഇല്ല. അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ ഇവിടെ ടൗണിലുള്ള ചെറിയ കടകളിലുണ്ട്. അല്ലാത്ത പക്ഷം കൊടൈക്കനാൽ പോയാണ് ഇവരൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഈ ഗ്രാമങ്ങളൊക്കെ പുറം ലോകം കണ്ടു തുടങ്ങിയിട്ട് അധിക നാളായിട്ടില്ല. കൊടൈക്കനാൽ യാത്രയിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഗ്രാമം കൂടിയാണ് പൂണ്ടി. ഇനി ഞങ്ങൾ പോകുന്നത് കൊടൈക്കനാലിലെ ഏറ്റവും അവസാന ഗ്രാമം എന്ന് പറയുന്ന ക്ലാവരയിലേക്കാണ്. അതിമനോഹര കാഴ്ചകളാണ് ക്ലാവര നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നത്.